വനിതകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയാണ് പുതിയൊരു റിക്രൂട്ട്മെന്റ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് BSFിലേക്ക് ഇപ്പോൾ കോൺസ്റ്റബിൾ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഇതിന് അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി വരുന്നത് അടുത്ത മാസമാണ്. അതായത് ഏപ്രിൽ മാസം 15-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. നോട്ട് ചെയ്യുക, ഏപ്രിൽ 15 ലാസ്റ്റ് ഡേറ്റ്. ഈ മാസം 17-നാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. അപേക്ഷ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് യോഗ്യതയുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഡിഫൻസ് ഗ്രൂപ്പിലേക്കും അതുപോലെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. അപ്പോൾ BSFിൽ കോൺസ്റ്റബിൾ അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് വിളിക്കാൻ പോകുന്ന കാര്യം നമ്മൾ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലവിൽ അതിൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ ഇതിൻ്റെ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. BSFിൻ്റെ വെബ്സൈറ്റിലൂടെ ഇതിനുള്ള അപേക്ഷ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗ്രൂപ്പ് C തസ്തികയിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയുണ്ട്, കോൺസ്റ്റബിൾ തസ്തികയുണ്ട്. ആദ്യം തന്നെ ഹെഡ് കോൺസ്റ്റബിൾ പ്ലംബർ പിന്നെ കാർപ്പൻറ്റർ വന്നിട്ടുണ്ട്. അതിന് OBCക്കും ജനറലിനും വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ അതിൻ്റെ ശമ്പള സ്കെയിൽ ഇവിടെ കൊടുത്തതായിട്ടുള്ള കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ കോൺസ്റ്റബിൾ ജനറേറ്റർ ഓപ്പറേറ്റർ ഉണ്ട്, പിന്നെ ജനറേറ്റർ മെക്കാനിക് ഉണ്ട്, അതുപോലെ തന്നെ ലൈൻമാൻ ഉണ്ട്. ഇതിനെല്ലാത്തിനും കൂടി വന്നിട്ടുള്ള വേക്കൻസി ഓരോരോ കോളത്തിലായിട്ട് ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ജനറേറ്റർ ഓപ്പറേറ്റർ തസ്തികക്ക് OBCക്ക് മാത്രമാണ് വേക്കൻസി ഇല്ലാത്തത്. ബാക്കി എല്ലാ കാറ്റഗറിയിലേക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കോൺസ്റ്റബിൾ ജനറേറ്റർ മെക്കാനിക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എല്ലാ കാറ്റഗറിയിലും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലൈൻമാൻ ST ഒഴികെ ബാക്കി എല്ലാ വിഭാഗത്തിനും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സാലറി സ്കെയിലും ബാക്കിയുള്ള അനുബന്ധ വിവരങ്ങളും നിങ്ങൾക്ക് ഇവിടെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ സിറ്റിസൺസിനാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. എല്ലാ പോസ്റ്റുകൾക്കും അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്, പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ 5 വർഷത്തെ ഇളവ് SC/ST ഉദ്യോഗാർത്ഥികൾക്കും, അതായത് 30 വയസ്സ് വരെ അപേക്ഷിക്കാമെന്ന് സാരം. അപ്പോൾ 5 വർഷത്തെ ഇളവ് SC/ST ഉദ്യോഗാർത്ഥികൾക്കും 3 വർഷത്തെ ഇളവ് OBC ഉദ്യോഗാർത്ഥികൾക്കും നൽകപ്പെടുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിന് അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത ഹെഡ് കോൺസ്റ്റബിൾ പ്ലംബർ തസ്തികയിലേക്ക് 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. പിന്നെ ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പ്ലംബർ ട്രേഡിൽ. ഇനി 10ാം ക്ലാസ്സിൻ്റെ കൂടെ ITI ഇല്ലാത്തവർ 3 വർഷത്തെ എക്സ്പീരിയൻസ് സമാന മേഖലയിലുണ്ടെങ്കിൽ, റിലേറ്റഡ് ട്രേഡിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഹെഡ് കോൺസ്റ്റബിൾ കാർപ്പൻറ്റർ തസ്തികയാണ്. 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ ITI സർട്ടിഫിക്കറ്റ് കാർപ്പൻറ്റർ ട്രേഡിൽ ഉണ്ടായിരിക്കണം. ഇനി അതില്ലാത്ത പക്ഷം 3 വർഷത്തെ എക്സ്പീരിയൻസ് റിലേറ്റഡ് ഫീൽഡിലുണ്ടെങ്കിൽ, ട്രേഡിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ കോൺസ്റ്റബിൾ ജനറേറ്റർ ഓപ്പറേറ്റർ തസ്തികയാണ്. അതിന് 10ാം ക്ലാസ് വേണം. പിന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റും കൂടി ചോദിക്കുന്നുണ്ട്. അത് ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ മോട്ടോർ മെക്കാനിക്കൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടി സമാന മേഖലയിൽ ചോദിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ കോൺസ്റ്റബിൾ ജനറേറ്റർ മെക്കാനിക് തസ്തിക വന്നിട്ടുണ്ട്, അതായത് ട്രേഡ് വന്നിട്ടുണ്ട്. അതിന് 10ാം ക്ലാസ് വേണം. പിന്നെ ITI പറയുന്നത്, അതായത് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ITI സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടുള്ളത് ഡീസൽ അല്ലെങ്കിൽ മോട്ടോർ മെക്കാനിക്കൽ ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ 3 ഇയർ എക്സ്പീരിയൻസും കൂടി ചോദിക്കുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ കോൺസ്റ്റബിൾ ലൈൻമാൻ ആണ്, 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ ITI സർട്ടിഫിക്കറ്റ് ഇലക്ട്രിക്കൽ വയർമാൻ അല്ലെങ്കിൽ ലൈൻമാനിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസും കൂടി ഇവിടെ ചോദിക്കുന്ന കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പുരുഷന്മാർക്ക് 165 സെൻറ്റിമീറ്റർ ഉയരം വേണം. വനിതകൾക്ക് 157 സെൻറ്റിമീറ്റർ ഉയരം വേണം. 76 സെൻറ്റിമീറ്റർ പുരുഷന്മാർക്ക് ചെസ്റ്റ് വേണം. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81 സെൻറ്റിമീറ്റർ ആക്കാൻ സാധിക്കണം. പിന്നെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ 165 സെൻറ്റിമീറ്റർ ഉയരം പുരുഷന്മാർക്ക് വേണം. വനിതകൾക്ക് 157 സെൻറ്റിമീറ്റർ ഉയരം വേണം. പുരുഷന്മാർക്ക് ചെസ്റ്റ് 76 സെൻറ്റിമീറ്റർ വേണം. അതുപോലെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81 സെൻറ്റിമീറ്റർ ആക്കാൻ സാധിച്ചിരിക്കണം. ഐസൈറ്റ് ഒക്കെ 2 പോസ്റ്റുകൾക്കും പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ, ഈ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ 6ാമത്തെ പേജിൽ കാണാൻ സാധിക്കും. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്, ജനറൽ അവയർനെസ് ഉണ്ട്, അതുപോലെ തന്നെ ടെക്നിക്കൽ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് നൽകുന്നത്. 60 ക്വസ്റ്റ്യൻസ് ആണ്. 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നുണ്ട് 100 മാർക്കിൽ. അപ്പോൾ ജസ്റ്റ് 6ാമത്തെ പേജ് ഒന്ന് റെഫർ ചെയ്താൽ ഒന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് നമുക്ക് നോക്കാം. ഫിസിക്കൽ ടെസ്റ്റിൽ ഓട്ടം, അതായത് റണ്ണിങ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് പുരുഷന്മാർക്ക്. 1.6 കിലോമീറ്റർ ഓട്ടം 6.5 മിനിറ്റിൻ്റെ ഉള്ളിൽ, അതായത് 1600 മീറ്റർ ഓട്ടം 6 മിനിറ്റും അതുപോലെ തന്നെ 30 സെക്കൻഡും 6.5 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫീമെയിൽസിന് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 800 മീറ്റർ ഓട്ടം 4 മിനിറ്റിലും. അതുപോലെ ലോങ് ജമ്പ് പുരുഷന്മാർക്ക് 11 ഫീറ്റ് 3 ചാൻസിൽ ചാടണം. അത് വനിതകൾക്ക് 9 ഫീറ്റ് 3 ചാൻസിൽ ചാടണം.
പിന്നെ ഹൈ ജമ്പ് പുരുഷന്മാർക്ക് 3.5 ഫീറ്റ് 3 ചാൻസിൽ ഏതെങ്കിലും ഒന്നിൽ കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ 3 ഫീറ്റിൻ്റെത് വനിതകൾക്കാണ് 3 ചാൻസിൽ ഒന്നിൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സെലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ എക്സാം സെൻറ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ അടുത്ത് എക്സാം സെൻറ്റർ ആയിട്ട് വരുന്നത് ഓൺലി ബാംഗ്ലൂർ മാത്രമാണ്, കർണാടകയിലാണ് വരുന്നത്. ബാക്കി നമ്മുടെ അടുത്ത് മറ്റൊരു സെൻറ്റർ കാണുന്നില്ല. ഇത്രയധികം സെൻറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക. ജസ്റ്റ് ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് റീഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. BSFൻ്റെ വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. അതിലേക്ക് കയറി ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക.